ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും കൊണ്ട് നല്ലൊരു ഹെൽത്തിയായ 4 മണി പലഹാരം ഉണ്ടാക്കാം. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സാധാരണ നോർമൽ വാട്ടറാണ്, അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മുഴുവനും ഒന്നിച്ചൊഴിക്കാതെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് കൊണ്ട് ഇതേപോലെ കലക്കിയെടുക്കണമെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതേപോലെ കലക്കിയെടുക്കുക. അധികം ലൂസായി പോകാതെ ഇതേപോലെ ഈ പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. അധികം വെള്ളം കൂടി പോരുത്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കശുവനട്ടും കുറച്ച് കിസ്മസും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കശുവനട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള അത്ര ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിസ്മസൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാകമായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 ഏത്തപ്പഴം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്റ്റവ് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ പഴം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തത്. ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നേരിട്ട് ചേർത്തത്. അപ്പോൾ സാധാരണ ശർക്കരയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് ചേർക്കുക. ഇനി സിമ്മിലിട്ട് ഒന്ന് നന്നായിട്ട് ഈ പഴത്തിലേക്ക് ഈ മധുരം ഒന്ന് പിടിക്കുവാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പഴത്തിലേക്ക് ശർക്കരയൊക്കെ പിടിച്ച് നല്ല മധുരമായിരിക്കും ഈ പഴത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല അടിപൊളി പലഹാരമാണ്, നല്ല രുചിയാണ് ഈ പലഹാരത്തിന്. ഇനി അതിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഒന്ന് ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചൂടോടുകൂടി നമുക്ക് ഈ ബാറ്ററിയിലേക്ക് ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് ആറട്ടെ. ഒരു പകുതി ആറിക്കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ബാറ്ററിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരിയ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം ചൂടുണ്ടാവരുത്, എന്നാൽ നേരിയ ചൂടും വേണം. ഇനി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും അധികം വെള്ളം ചേർക്കുക. വെള്ളമില്ലാതെ വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത്. എന്നാലേ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കുക. ബാറ്റർ ഇതേപോലെ ഇരിക്കണം. അപ്പോൾ അധികം വെള്ളം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾക്ക് അപ്പം ഉണ്ടാക്കേണ്ടത് ആ പാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത്തിരി നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടും തന്നെ അരിയിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഒരു പകുതി പാത്രത്തിൻ്റെ പകുതി ഭാഗം ബാറ്റർ ഒഴിച്ച് കൊടുത്തു ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുക. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവിവെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അതിൽ നിന്നും മൂടി വെച്ചിരുന്നു. ഒട്ടും തന്നെ ആവിവെള്ളം അതിനകത്തേക്ക് വീഴില്ല. പിന്നെ നമുക്കൊന്ന് അപ്പം വെന്തോന്ന് ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പം വെന്തോന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എടുക്കാം. ഒന്ന് ആറണം. ആറിക്കഴിയുമ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടോട് കമത്തരുത്. സൈഡ് പതുക്കെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും സൈഡൊന്ന് പതുക്കെ വിട്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ചൂടുണ്ട്. അപ്പോൾ ഞാൻ സൈഡൊന്ന് കത്തി കൊണ്ട് ഇതുപോലെ തന്നെ വിടിയിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കമത്തി നോക്കാം. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? നല്ല
സോഫ്റ്റായ അപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊടിയും പഴവും കൊണ്ട് ഇതേപോലെ നല്ലൊരു അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ പഴവും തേങ്ങയൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നല്ല സൂപ്പറാണ്. അതുപോലെ നമ്മൾ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.